അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ പോര് തുടരുന്നു. അടൂരിനെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി എത്തിയപ്പോൾ സജി ചെറിയാനെ പിന്തുണച്ച മന്ത്രി ശിവൻകുട്ടിയും രംഗത്തെത്തി. അടൂരിനെ സിപിഎമ്മും തള്ളി. അടൂർ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. അടൂരിനെതിരായ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യണമോ എന്ന് തീരുമാനിക്കാൻ പോലീസ് നിയമോപദേശം തേടി. അടൂരിന്റെ വിവാദ പരാമർശങ്ങളെയെല്ലാം പിന്തുണയ്ക്കുന്ന ശ്രീകുമാരൻ തമ്പി അടൂർ സംസാരിക്കുമ്പോൾ പ്രതിഷേധിക്കാൻ പുഷ്പവതി ആരാണെന്ന ചോദ്യവും ഉയർത്തി. ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വില അത്രയേ ഉള്ളൂ. അത് ആളായില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത്? അതുവരെ ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു. സജി ചെറിയാൻ പറഞ്ഞതാണ് സർക്കാർ നിലപാടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായം അദ്ദേഹം ആവർത്തിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അടൂരിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തള്ളി. ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. പുഷ്പവതിയെ പിന്തുണച്ച കൊടിക്കുന്നിൽ സുരേഷ് MP അടൂർ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരാമർശം തീർച്ചയായും ദൗർഭാഗ്യകരമായി പോയി, അനവസ്ഥിതത്തിലുള്ളതാണ്. അത് അദ്ദേഹം തിരുത്തുകയും അതോടൊപ്പം തന്നെ ക്ഷമാപണം ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. അടൂരിനെതിരെ സാമൂഹ്യ പ്രവർത്തകനായ ദിനുവയിൽ നൽകിയ പരാതിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശത്തിന് കത്തിരിക്കുകയാണ് പോലീസ്. ഇതിനുശേഷമായിരിക്കും SC ST കമ്മീഷന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.